സാധാരണക്കാരെ വാർത്തകളുടെ ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച വാർത്താധിഷ്ഠിത പരിപാടി UAE എക്സ്ചേഞ്ച് എന്റെ വാർത്തയിലേക്ക് സ്വാഗതം. UAE എക്സ്ചേഞ്ച് എന്റെ വാർത്തയിലെ ഇന്നത്തെ സിറ്റിസൺ റിപ്പോർട്ടുകൾ ഒറ്റനോട്ടത്തിൽ. ജാഗ്രത, നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല. എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ. ഒരു പാറയ്ക്ക് നാട്ടുകാർ കാവലിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് സിറ്റിസൺ ജേർണലിസ്റ്റ് അമാനുള്ള. സ്കൂൾ വിദ്യാർത്ഥിനികളെ ചതിവലയിൽ വീഴ്ത്തുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ആശങ്കാകുലരാണ് കേരളത്തിലെ മാതാപിതാക്കൾ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു കൂട്ടം രക്ഷകർത്താക്കൾ എന്റെ വാർത്തയെ തേടിയെത്തി. സ്കൂളിൽ നിന്ന് മടങ്ങുന്ന തങ്ങളുടെ പെൺമക്കളെ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി. എന്റെ വാർത്ത ഇൻവെസ്റ്റിഗേഷൻ. അടുത്ത കാലത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ പതിവായി നിറയുന്നു ഇത്തരം വാർത്തകൾ. ഓരോ പ്രഭാതത്തിലും നാം ഞെട്ടലോടെ ഈ വാർത്തകൾ വായിച്ചു. സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ സ്കൂൾ വിട്ട് മടങ്ങുന്ന പെൺമക്കൾ സുരക്ഷിതരായി മടങ്ങിയെത്തുമോ എന്ന് ചിന്തിച്ച് കേരളത്തിലെ മാതാപിതാക്കൾ ഉത്കണ്ഠാകുലരായി. ഈ വാർത്തകളാണ് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂട് സ്വദേശികളുടെ കണ്ണു തുറപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനികളെ കുരുക്കാൻ ചതിവലയൊരുക്കുന്ന റാക്കറ്റിന്റെ സാന്നിധ്യം അവർ തങ്ങളുടെ നാട്ടിൽ തിരിച്ചറിഞ്ഞു. അതോടെ തങ്ങളുടെ പെൺമക്കളെ രക്ഷിക്കണമെന്ന അഭ്യർത്ഥനയുമായി അവർ എന്റെ വാർത്തയെ സമീപിച്ചു. ഞങ്ങൾ അവിടെ കണ്ട ചില കാഴ്ചകളിലേക്ക്. നഗരങ്ങളിലെ സ്കൂളുകൾക്ക് മുന്നിൽ പോലീസ് ജാഗ്രത കാട്ടി തുടങ്ങിയതോടെയാണ് ഈ റാക്കറ്റുകൾ നഗരപ്രാന്തങ്ങളിലെ സ്കൂളുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വൈകുന്നേരം സ്കൂൾ വിടുന്ന നേരമാകുന്നതോടെ എവിടെ നിന്നെന്നറിയാതെ ഇരുചക്രവാഹനങ്ങളിൽ ചെറുപ്പക്കാർ നെല്ലിമൂട്ടിലെത്തുന്നു. ദിനംപ്രതി ഇവരുടെ എണ്ണം പെരുകി. ഇവരിൽ കൊട്ടേഷൻ ടീമുകളിലെ അംഗങ്ങളുടെ വരെ സാന്നിധ്യം രക്ഷകർത്താക്കളുടെ ഉറക്കം കെടുത്തി. ഈ സ്കൂളിൽ പഠിക്കാത്ത പിള്ളേർ അതൊക്കെ ഭാഗത്തുള്ള പിള്ളേർ ഇവിടെ വരികയും ഈ പെൺപിള്ളേരുടെ ഫോട്ടോ എടുക്കല്, പെൺപിള്ളേരുടെ പുറകെ ഇവിടെ നിന്ന് കുറ്റിത്താഞ്ഞവരൊക്കെ പോവുക. ഇവിടെ ഉള്ള ആളുകൾ ആരെങ്കിലും കാണുന്നവർ പറ്റണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടവും ബഹളവും പ്രശ്നങ്ങളും ഇങ്ങനെ സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന് എന്താണ് സ്കൂളിലെ അധ്യാപകരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊന്നും അതിനൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടെത്തുന്ന ഇരുചക്രവാഹനങ്ങൾ. സംശയാസ്പദമായി അവർ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്നു. ഇവര് വന്ന് ഈ ബൈക്ക് റേസ് ചെയ്യുക, ഓടുക, പിള്ളേരെ അടികൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ചെന്തൂരം കയ്യിൽ വെച്ചങ്ങ് വേറുക, ഇങ്ങനെ ഒരു നിത്യസംഭവമായിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരുടെ കടന്നുവരവാണ് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചത്. ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരും.